എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡി രാജൻ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ പാലമി പഞ്ചായത്തിൽ മറ്റപ്പള്ളി വാർഡിലാണ് എൻ്റെ വീട്. എൻ്റെ അച്ഛൻ്റെ പേര് കെ ദാമോദരൻ, അമ്മയുടെ പേര് കെ കല്യാണി, എൻ്റെ ഭാര്യ ഷീല. എനിക്ക് 2 മക്കളാണ്. ഞാൻ ഈ കുഗ്രാമത്തിലാണ് ഞാൻ വളർന്നതും ഒക്കെ. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ആർമി യൂണിഫോമിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റാണ്. എനിക്ക് 2 മക്കളാണ്, 2 പെൺമക്കളാണ്. അവർ സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ എൻ്റെ കൊച്ചുമക്കൾ 4 പേരുണ്ട്. എനിക്ക് സഹോദരങ്ങൾ 5 പേരാണ്. എൻ്റെ മൂത്തതാണ്. ഞാൻ ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയ ആളാണ്. ഭാരത് സേവാ സമാജിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച ഒരു പ്രോജക്റ്റാണത്. സ്ഥാപിതമായത് 1952 അന്ന് തൊട്ട് ഇന്ന് വരെയും നമ്മുടെ ഈ BSS എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകവ്യാപകമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. എല്ലാ മേഖലകളിലും BSS കൈവെക്കാത്ത ഒരു മേഖല പോലും ഇന്നില്ല. BSSൻ്റെ എല്ലാവരും വിചാരിക്കും ഇതൊരു ചെറിയ ഒരു അവാർഡാണെന്ന്. ഓരോ വ്യക്തികളുടെ കഴിവും മികവും നോക്കിയാണ് ഈ BSSയുടെ അവാർഡ് കൊടുക്കുന്നത്. BSS അവാർഡെന്ന് പറഞ്ഞാൽ ന്യൂഡൽഹിയിൽ നിന്നാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത് പോലും. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഈ അവാർഡ് എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത കുറേ വ്യക്തികളുണ്ട്. ഇപ്പോൾ തന്നെ ഓരോ നല്ല ചാരിറ്റി ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ട്, ഈ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെല്ലാം BSS എല്ലാ മാസവും ഈ അവാർഡ് കൊടുക്കുന്നുണ്ട്. അവരുടെ ഈ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് പണം കൊടുത്ത് മേടിക്കുന്നൊന്നുമല്ല. നമ്മുടെ ഒരു ബയോഡാറ്റ അയച്ചു കൊടുക്കുമ്പോൾ ആ ബയോഡാറ്റ അവർ ചെക്ക് ചെയ്തിട്ട് അവർക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രമേ അവർ ആ അവാർഡ് ജേതാവിനെ വിളിക്കത്തുള്ളൂ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേര് ഇപ്പം നമ്മുടെ അറിവിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഞാനിപ്പോൾ പ്രോത്സാഹിപ്പിച്ച് ഞാൻ അവാർഡിന് പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം അവാർഡ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊരു മേഖലയിൽ ഇപ്പോൾ നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമ്മുടെ നാടിന് വേണ്ടി എന്ത് കാര്യവും നല്ലത് ചെയ്യുന്നതിന് എനിക്ക് ഈ BSSയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രചോദനം എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ? ഇല്ല, ഞാൻ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല. പുസ്തകങ്ങളൊന്നും വായിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. പിന്നെ ചാരിറ്റി ചെയ്യാന്ന് പറഞ്ഞാലേ നമുക്ക് കിട്ടുന്നതിൽ ഒരു ഭാഗം അവർക്ക് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ വലിയ പണക്കാരനല്ല. പക്ഷേ എങ്കിലും നമ്മളോടൊരാൾ വന്നൊരു സഹായം ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കത്തില്ല. ഞാനത് ഉപേക്ഷിക്കത്തില്ല. ഏതെങ്കിലും മേഖലകളിൽ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുപ്പിക്കും. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിവില്ലെങ്കിൽ ഞാനതങ്ങനെ ചെയ്തു കൊടുക്കും. അവാർഡിന് ക്ഷണിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ തായ്ലൻഡ് മീറ്റിങ്, ദുബൈ മീറ്റിങ്, പിന്നെ ഓസ്ട്രേലിയ മീറ്റിങ്, ഈ മീറ്റിങ്ങിനൊക്കെ പോവുകയും വരികയും ഒക്കെ ചെയ്ത് എല്ലാ വലിയ മീറ്റിങ്ങിലും ഞാൻ പങ്കെടുത്തത് കൊണ്ട് അവരെൻ്റെ വെബ്സൈറ്റിൽ കൂടെ എന്നെ ക്ഷണിച്ചു. സാറ് ഇതുപോലെ ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ സാറിന് ഒരു BSSയുടെ ഒരു അവാർഡിന് അർഹനാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ BSSയിൽ ആദ്യമായിട്ട് പോകുന്നത്. ഞാൻ ഈ പ്ലാസ്റ്റിക് നിരോധനം വന്നപ്പോൾ കുട്ടികൾക്ക് ഈ തുണി ബാഗ് നിർമ്മിച്ചു കൊടുത്തായിരുന്നു. പിന്നെ അതുപോലെ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് NCCയുടെ യൂണിഫോമൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ NCCയുടെ യൂണിഫോമൊക്കെ ചെയ്യുമ്പോൾ നിവൃത്തിയില്ലാത്ത ഒരു 6-7 കുട്ടികളൊക്കെ കാണും. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് തയ്യക്കൂലിയോ തുണിയുടെ പൈസ മേടിക്കാതെ എല്ലാം ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റപ്പള്ളി വാർഡിലെ ഒരു ബാലവാടിയുണ്ട്. അവിടെ ഒരു 24 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് ഞാൻ യൂണിഫോം, പാൻറ്റും ഷർട്ടും പാവാടയും ഷർട്ടുമായിട്ടൊക്കെ എല്ലാവർക്കും ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തായിരുന്നു. ഈ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്? നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഒരു സ്കില്ലാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നല്ല സ്കില്ലാക്കി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. നമുക്ക് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ വിദേശ രാജ്യത്ത് പോയി പഠിക്കണമെങ്കിലും അതിന് പൈസ ചിലവാണ്. ബാംഗ്ലൂരായാലും മദ്രാസിലായാലും വേറെ ഏതൊരു സ്റ്റേറ്റിൽ പോകണമെങ്കിലും അവിടെ ഭീമമായ എമൗണ്ട് കൊടുക്കണം.
അപ്പോൾ അതിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കൊണ്ടുവന്ന ഒരു സ്കീമാണ് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഓരോരോ ട്രേഡ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് എല്ലാവരും വിചാരിക്കും ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് വലിയ ഒരു പ്രോജക്റ്റാണ് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. എല്ലാ മേഖലകളിലെയും കുട്ടികൾക്ക് എൻജിനീയറിംഗ് സെക്ഷൻ ആയിക്കോട്ടെ, മൊബൈൽ ടെക്നോളജി ആയിക്കോട്ടെ, പിന്നെ ഈ മെക്കാനിക്കൽ സെക്ഷൻ ആയിക്കോട്ടെ, പിന്നെ ടൈലറിങ്ങിൻ്റെ സെക്ഷൻ ആയിക്കോട്ടെ, എല്ലാത്തിലും അവിടെ സ്കില്ലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ അതാരും പ്രയോജനപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും പുറം നാട്ടിൽ പോയി പഠിക്കണം, പുറം നാട്ടിൽ പോയി ജോലി ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ജോലിയൊക്കെ ഇഷ്ടംപോലെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ തൊഴിൽ പഠിക്കാതെ ഇന്ന് ഒരു കുട്ടികൾക്കും ഇന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു കുട്ടികൾക്കും ഇന്ന് എത്ര സാമ്പത്തികമുള്ളവരായാലും ഒരു തൊഴിൽ പഠിക്കാതെ നാളെ ആ കുട്ടികളുടെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വിദേശ രാജ്യത്ത് പോകുമ്പോൾ അവരുടെ ഒരു കീഴിലാണ് ഈ പഠിക്കുന്നത്. എല്ലാവരും പറയും വിദേശത്ത് പോയി പഠിച്ചാൽ നല്ലതാണ്. പക്ഷേ അതിലൊക്കെ ഉപരിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു MBBS പഠിക്കുന്നതിനോ ഒക്കെ നമ്മുടെ നാട്ടിലാണ് അതിനെല്ലാം നല്ല വിലയുള്ളത്. പക്ഷേ ആരും അത് അത്ര കാര്യമാക്കുന്നില്ല. എനിക്കിപ്പോൾ വിദേശത്ത് പോകണം, ബാംഗ്ലൂരിൽ പോയി നേഴ്സിംഗ് പഠിക്കണം. ചില ബാംഗ്ലൂരിലാണെങ്കിൽ തന്നെ ചില കോളേജിനാണെങ്കിൽ അവിടുത്തെ അഫിലിയേഷൻ കാണത്തില്ല, ചില സ്കൂളിനാണെങ്കിൽ ഈ അവിടുത്തെ പഠിപ്പീര് ശരിയാവത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മാതാപിതാക്കൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ അടുത്ത സമയത്താണെങ്കിൽ ഞാൻ അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു കോളേജിൽ. ഞാൻ അതിനകത്ത് ഇടപെട്ടു. ഞാൻ രായ്ക്ക് രാമാനം അവിടെ ഫോൺ ചെയ്ത് പറഞ്ഞു അവിടെ ആ സ്കൂളിൻ്റെ യാതൊരു അഫിലിയേഷനും ഇല്ല, അവർ ചുമ്മാതെ ഏജൻറ്റ് മുഖാന്തരം പൈസ മേടിച്ചിട്ട് ഈ കുട്ടികളെ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യുവാണ്. അങ്ങനെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല, അവർക്ക് ഫുഡില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് ഇടപെട്ടു. ആ കോളേജ് മൊത്തം ഞാൻ പൂട്ടിച്ചു. എന്നിട്ട് അങ്ങനെയാണ് ആ കുട്ടികൾ തിരിച്ച് ഒരു 10-15 കുട്ടികൾ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. അവരെല്ലാം തിരിച്ചു പോരുകയും ചെയ്തു. ഭാരത് സേവാ സമാജിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സോളാർ പദ്ധതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിൻ്റെ ഒരു ഭാഗമാണ് സോളാർ. ഈ സോളാറിൻ്റെ ഏജൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ മൊത്തം ഏജൻസി ഇപ്പം എൻ്റെ അണ്ടറിലാണ്. കേന്ദ്ര സർക്കാരും സ്റ്റേറ്റ് ഗവൺമെൻറ്റും KSEB കൂടെ സംയുക്തമായിട്ട് അനാർട്ടിൻ്റെ അണ്ടറിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നു. ഒരുപാട് എന്ന് പറഞ്ഞാൽ അത് 30 വർഷത്തെ ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. ഫ്രീ സർവീസാണ്. ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് യാതൊരു കാരണവശാലും അതിനകത്തൊരു ഫാൾട്ട് വരത്തില്ല. കുറേയേറെ കുട്ടികൾക്ക് വിദ്യാഭ്യാസമുള്ള കുറേയേറെ കുട്ടികൾക്ക് ഇത് തൊഴിൽ കൊടുക്കാൻ പറ്റും. കാര്യം അവർക്ക് സബ്ബായിട്ട് ഏജൻസി എടുത്ത് പോയാൽ അവർക്ക് നല്ലൊരു എമൗണ്ട് അവർക്ക് ശമ്പളം കിട്ടും. ഇത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഈ പ്രൈവറ്റ് മേഖലയ്ക്കും കൊടുത്തേക്കില്ലയോ, ഇങ്ങനെയുള്ള ഏജൻസികൾക്ക് കൊടുത്തപ്പോൾ അവരത് നമ്മുടെ ഈ പൊതുജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. അതിന് പകരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ BSSൻ്റെ അണ്ടറിൽ കേരളത്തിൽ മൊത്തവും സോളാറിൻ്റെ ഏജൻസി കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിലെ കോർഡിനേറ്റർ ഞാനാണ്. നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ജോലി കൊടുക്കാം, എത്ര പേർക്ക് വേണമെങ്കിലും. പക്ഷേ അവർ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ അവർ ഈ BSSയുടെ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഒരു ഭാഗമായിട്ട് മാറും. അതാണ് എനിക്ക് പറയാനുള്ളത്.